3 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ ID കാർഡുള്ള രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് വോട്ട് ചോരി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് പിരിമുറിഞ്ഞ കള്ളനായ പ്രകാശ് രാജിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇതൊന്നുമല്ല, ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിനുള്ള കേസ് ഈ പെന്തക്കോസ്ത് പാസ്റ്റർക്കുള്ള മരുന്ന് പുറകെ വരുന്നതേയുള്ളൂ. വോട്ട് ചോരി എന്ന് ആക്രോശിച്ചവന്റെ കയ്യിൽ 3 ഇലക്ഷൻ ID കാർഡ്, അതും ഒരേ സമയം കർണാടകയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രയിലും വോട്ടർ ID. ഇതാണ് യഥാർത്ഥത്തിൽ വോട്ട് ചോരി. ബാംഗ്ലൂരു കോടതിയാണ് നടൻ പ്രകാശ് രാജിനെതിരെ 3ാം തവണയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സമൻസ് ഇറക്കിയിരിക്കുന്നത്. കോടതി 2 തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ല. സമൻസ് കൊടുക്കാൻ പോയപ്പോൾ വീടൊഴിഞ്ഞു പോയത്രേ. ഇവനൊക്കെയാണ് ഭരണഘടന ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചീത്ത പറയുന്നത്. 2019 ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ശാന്തിനഗർ നിയോജക മണ്ഡലത്തിലെ വോട്ടറാണെന്ന് സത്യവാങ്മൂലം കൊടുത്തു. പക്ഷേ അഡ്വക്കേറ്റ് കെ ദിലീപ് കുമാറിന്റെ പരാതി പ്രകാരം ഇദ്ദേഹത്തിന്റെ പേര് കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര എന്നീ 4 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലുമുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് പ്രകാരം ഒരാൾക്ക് ഒരു സ്ഥലത്ത് മാത്രമേ വോട്ടറാകാൻ പറ്റൂ. അത് തെറ്റിച്ചാൽ സെക്ഷൻ 31 പ്രകാരം കേസെടുക്കാം. പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞതുപോലെയാണ് പ്രകാശ് രാജിന്റെ കാര്യങ്ങൾ. SIRനെ എതിർത്ത് വോട്ട് മോഷണം എന്ന് നിലവിളിച്ച അതേ പ്രകാശ് രാജ് 4 വോട്ടർ ID കൊണ്ട് നടക്കുന്നു. 4 സംസ്ഥാനത്ത് വോട്ടർ ID എന്ന ആരോപണം വന്നപ്പോൾ കോടതിയിൽ ഹാജരാകാൻ പോലും ഒരു ധൈര്യമില്ലാത്തവൻ, എക്സിൽ ഒരു പോസ്റ്റ് ഇട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവൻ. പ്രകാശ് രാജ് ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകളും അവനവന്റെ നേരെ തന്നെയാണ് ചൂണ്ടി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്തായാലും പ്രകാശ് രാജിന് ഇനി പരപ്പന അഗ്രഹാര ജയിലിൽ കുറച്ചു ദിവസം കിടക്കാനുള്ള എല്ലാ വകുപ്പുകളുമുണ്ട്.